കാനാന്തേശം സീസൺ 2 എല്ലാ മാന്യപ്രേക്ഷകർക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം. ആകാശം മാറും, ഈ ഭൂമിയും അതിലെ സകലവും മാറും. എന്നാൽ അന്നും ഇന്നും എന്നും മാറാതെ നിൽക്കുന്നത് ദൈവത്തിന്റെ തിരുവചനം മാത്രമാണ്. അനിശ്ചിതമായി നിൽക്കുന്ന തിരുവചനം, പ്രത്യാശയും സാന്ത്വനവും നൽകുന്ന ദൈവവചനം. ആ വചനം കേൾക്കാൻ, ദൈവത്തിന്റെ അനന്തമായ സ്നേഹമറിയാൻ കാനാന്തേശം സീസൺ 2 ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാം. Before that, let me welcome our quiz master, Dr. Donald. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. കാനാന്തേശം സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആകാശവും ഭൂതലവും മാറിയാലും മാറാത്ത ദൈവത്തിന്റെ തിരുവചനം. ആ വചനം ഹൃദയത്തിൽ പതിപ്പിച്ച ചിലരുടെ അനുഭവ സാക്ഷ്യങ്ങൾ. വചനത്തിന്റെ ആഴം തേടിയുള്ള യാത്ര. കാനാന്തേശം സീസൺ 2. ഒത്തിരി സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റന്റ് മിസ്റ്റർ ഷാജി മാത്യു ഫ്രം കോട്ടയം. കോട്ടയത്ത് നിന്നും വന്നിരിക്കുന്ന ഷാജി മാത്യു ആണ് നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റന്റ്. ഷാജിയെ പരിചയപ്പെടാം, ഷാജിയുടെ വിശേഷങ്ങൾ അറിയാം, മത്സരത്തിലേക്ക് കടക്കാം. വെൽക്കം ടു കാനാന്തേശം സീസൺ 2 ഷാജി. താങ്ക് യു. കോട്ടയം പ്രോപ്പറാണോ? കോട്ടയത്ത് എവിടെ നിന്നാണ്? പ്രോപ്പർ കോട്ടയം, റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായിട്ട് വരും. ഓക്കെ. അവിടെയായിരുന്നോ സ്കൂളൊക്കെ? സ്കൂൾ അവിടെ തന്നെ. ഏത് സ്കൂളിലായിരുന്നു? റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെ മാർത്തോമ സ്കൂള്, MT സെമിനാരി ഹൈസ്കൂൾ അല്ലേ? ഒത്തിരി ഫേമസ് ആയിട്ടുള്ള സ്കൂളാണ്. അതെ. എനിക്ക് അവിടെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ ഒക്കെ നടക്കുമ്പോൾ അവിടെ വന്ന് മത്സരിച്ചിട്ടൊക്കെ ഉണ്ട്. ഒത്തിരി ആ സ്കൂളിലൊക്കെ പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഒരു ഭാഗ്യമാണ്. തീർച്ചയായും. അല്ലേ? ആ സ്കൂളില് 10th വരെ അവിടെ. അതിനുശേഷം കോളേജ് പ്രൈവറ്റ് ആയിട്ട് പഠിച്ചു. ഓക്കെ. ഇപ്പോൾ ഷാജി എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഇൻഷുറൻസ് മേഖലയിൽ ഇൻഷുറൻസ് അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇൻഷുറൻസ് അഡ്വൈസർ. ഓക്കെ. അപ്പൊ ഷാജിയുടെ സ്കൂൾ വിശേഷങ്ങളും കോളേജ് വിശേഷങ്ങളും ഒക്കെ അറിയാം. നമുക്ക് മത്സരത്തിലേക്ക് കടന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം. പോകാം. ഓക്കെ. കാനാന്തേശം സീസൺ 2, ദ വെരി ഫസ്റ്റ് റൗണ്ട്, സിൽവർ റൗണ്ട്. പ്രോഗ്രാം കാണാറുണ്ടോ? തീർച്ചയായും. എല്ലാ എപ്പിസോഡും കാണാറുണ്ട് മിക്കവാറും. അപ്പോൾ സിൽവർ റൗണ്ടിന്റെ നിയമാവലികളെ കുറിച്ച് ബോധ്യമുണ്ട്. ഞാനൊന്നുകൂടെ റിമൈൻഡ് ചെയ്യണോ? വേണ്ട. ഷാജിക്ക് അറിയാം. പോകാം ചോദ്യത്തിലേക്ക്. തീർച്ചയായും. കാനാന്തേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ഷാജി മാത്യുവിനുള്ള ആദ്യത്തെ ചോദ്യം. ജോസഫിനെ വധിക്കാൻ യാക്കോബിന്റെ മറ്റു മക്കൾ പദ്ധതിയിട്ടപ്പോൾ അവനെ രക്ഷിക്കാൻ ശ്രമിച്ച സഹോദരൻ ആര്? ജോസഫിനെ വധിക്കാൻ യാക്കോബിന്റെ മറ്റു മക്കൾ പദ്ധതിയിട്ടപ്പോൾ അവനെ രക്ഷിക്കാൻ ശ്രമിച്ച സഹോദരൻ ആര്? ഓപ്ഷൻ എ റൂബൻ, ഓപ്ഷൻ ബി ബെഞ്ചമിൻ, ഓപ്ഷൻ സി സിമയോൻ ആൻഡ് ഓപ്ഷൻ ഡി യൂദ. ആരാണ് ജോസഫിനെ വധിക്കാൻ യാക്കോബിന്റെ മറ്റു മക്കൾ പദ്ധതിയിട്ടപ്പോൾ അവനെ രക്ഷിക്കാൻ ശ്രമിച്ചത്? റൂബൻ. ഓപ്ഷൻ എ റൂബൻ. ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്യാം. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ റൂബൻ. ഇച്ചിരി ആലോചിച്ചിട്ടാണ് ലോക്ക് ചെയ്യാം എന്ന് പറഞ്ഞത്. എനി ഡൗട്ട്? വേറെ ഏതെങ്കിലും മനസ്സിലുണ്ടോ? ലോക്ക് ചെയ്ത് കഴിഞ്ഞു. സിമയോൻ ഓപ്ഷൻ സി. ഒരു ഡൗട്ട് ഉണ്ട്. എനിക്കോ നമുക്ക് ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ എ റൂബൻ റൈറ്റ് ആൻസർ. നല്ല തുടക്കം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് MT സെമിനാരി സ്കൂൾ ഏത് വർഷമാണ് സ്കൂളിംഗ് കഴിയുന്നത്? അതായത് SLC ഒക്കെ 1987. 87.
അപ്പൊ ഒക്കെ കോട്ടയമൊക്കെ കുറച്ചുകൂടെ നല്ല അപ്പോഴേ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ് ആ സമയത്ത്. അപ്പം കൂട്ടുകാര് ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ MT സെമിനാരി പഠിച്ച ബാച്ച് ഗെറ്റ് ടുഗദേഴ്സ് അങ്ങനെ എന്തെങ്കിലും? എല്ലാവരും ഇല്ല, എങ്കിലും അത്യാവശ്യം പരസ്പരം ഗെറ്റ് ടുഗദർ ആയിട്ടില്ല, കാണാറുണ്ട്. കോട്ടയത്ത് അന്ന് MT സെമിനാരി സ്കൂളിൽ എനിക്ക് തോന്നുന്നു ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട് അല്ലേ? ഹോസ്റ്റലേഴ്സ് ഒക്കെ പല സ്ഥലത്തുനിന്ന് വന്നവര്, അവരുമൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇടയ്ക്ക് ഉണ്ട്. നല്ല സുഹൃത്തുക്കളുണ്ട്, വലിയ വലിയ നിലകളിലെത്തിയ സുഹൃത്തുക്കളുണ്ടാവാം അല്ലേ? അവരെയൊക്കെ വിളിക്കാറും ഉണ്ട്. എങ്ങനെയാണ് സ്കൂളിനെ നോക്കിക്കാണാം ഇപ്പം ഈ ഒരു പ്രായത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ? ചിലര് പറയും സ്കൂള് മിസ് ചെയ്യുന്നു എന്ന് പറയും. ശരിക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായും സ്കൂൾ ജീവിതത്തിലാണ് നമ്മൾ ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങൾ. അതിന്റെ ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിനെയൊക്കെ ഞാൻ ഇപ്പോഴും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട്. അപ്പം എന്നെ പഠിപ്പിച്ച ഒരു സാറിന്റെ മോന്റെ കൊച്ചു ഇപ്പോഴും എന്റെ രണ്ടാമത്തെ കുട്ടികളുടെ പഠിക്കുന്നുണ്ട്. അപ്പൊ അന്ന് നടന്ന സംഭവങ്ങളെ ഞങ്ങള് അതേപടി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഒത്തിരി രസകരമായി തോന്നും. ഇന്ന് അവർക്ക് സാധിക്കാത്ത പല സംഭവങ്ങളും. ഓക്കെ, നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തീർച്ചയായും. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ഷാജി മാത്യുവിനുള്ള രണ്ടാമത്തെ ചോദ്യം. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ഏത് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലാണ് പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ഏത് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലാണ് പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ കോറിന്തോസിലെ സഭയ്ക്ക്, ഓപ്ഷൻ ബി റോമായിലെ സഭയ്ക്ക്, ഓപ്ഷൻ സി ഗലാത്തിയയിലെ സഭയ്ക്ക്, ആൻഡ് ഓപ്ഷൻ ഡി എഫേസോസിലെ സഭയ്ക്ക്. ഏത് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലാണ്? ഓപ്ഷൻ ബി റോമായിലെ സഭയ്ക്ക്. ഓപ്ഷൻ ബി റോമായിലെ സഭയ്ക്ക്. ലോക്ക് ചെയ്തേ. ചെയ്യാം. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി റോമായിലെ സഭയ്ക്ക്. രണ്ടും ആദ്യത്തെ ചോദ്യം പോലെ തന്നെ ആലോചിച്ചിട്ടാണ് വീണ്ടും ലോക്ക് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉറപ്പാണോ ഇത്? ഒരു ചിരിയിൽ എല്ലാം ഒതുക്കുകയാണ് ഷാജി. ഉറപ്പാണോ? തീർച്ചയില്ല. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. റോമായിലെ സഭയ്ക്ക് ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ. ഇപ്പോൾ ഷാജി 2 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഷാജിയുടെ കൂടെ വന്ന അവിടെ ചെറിയ കയ്യടികളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ഒന്ന് പരിചയപ്പെടുത്തു. ആ ചിരിക്കുടുക്കെ ആദ്യം അവന്റെ കയ്യിൽ കൊടുക്കും ഫോൺ. അവന്റെ പേര് പറഞ്ഞേ. ഒന്നുകൂടെ പറയാമോ? എമ്മാനുവൽ മാത്യു ജേക്കബ്. സ്കൂളിൽ പോകുന്നുണ്ടോ? ഉണ്ട്. ഏത് ക്ലാസ്സിലാ? LKG. ഏത് ഡിവിഷൻ? എ. മിടുക്കൻ. പപ്പായുടെ കൂടെ ഏത് പ്രോഗ്രാമിനാ വന്നിരിക്കുന്നത്? പപ്പാന്നാണോ വിളിക്കുക? അല്ല, അച്ചാച്ചി. പറഞ്ഞേ. കാനാത്തം, കാനാൻ ദേശം. ഓക്കെ, വെരി ഗുഡ്. ഇത് ഷാജിയുടെ വൈഫായിരിക്കും. ഒന്ന് പരിചയപ്പെടും. എന്റെ പേര് ഷൈനി ഷാജി. ഞാൻ ഹൗസ് വൈഫാണ്. നിങ്ങൾ എത്ര കുട്ടികളാണ്? ഞങ്ങള് 4 മക്കള്. 6 മക്കളായിരുന്നു. ഞങ്ങൾ ആദ്യമേ ഞാൻ പ്രഗ്നന്റ് ആയപ്പോ എക്ടോപിക് ആയി. ട്വിൻസ് ആയിരുന്നു ആദ്യമേ. 2 പേര് അങ്ങനെ അബോർഷൻ ആയിപ്പോയി. അത് കഴിഞ്ഞുണ്ടായ 4 പേരാണ്. ബൈ ഡെലിവറി ആണോ അതോ അതിനു മുമ്പേ? എല്ലാം ഓപ്പറേഷൻ ആയിരുന്നു. 5 ഓപ്പറേഷൻ കഴിഞ്ഞു. അല്ല, ഞാൻ ചോദിച്ചത് എക്ടോപിക് ആയിരുന്നു എന്ന് പറഞ്ഞു. എക്ടോപിക് ആയത് ഓപ്പറേഷൻ ആയിരുന്നു. ഒരു ട്യൂബ് അന്ന് മുറിച്ചു കളഞ്ഞു. പിന്നെ ഒരു ട്യൂബേ ഉള്ളൂ. പ്രതീക്ഷയില്ലായിരുന്നു? ഇല്ല. ഓക്കെ. അതാണ് ആദ്യത്തെ ആളെയും പ്രതീക്ഷയില്ലായിരുന്നു, വൈഫിനെയും. കർത്താവിന്റെ വലിയൊരു ഗിഫ്റ്റ് ആണത്. ഇവിടെ വരാൻ തന്നെ കർത്താവിന്റെ ജെറമ്യ 1:5
കർത്താവ് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമാണ് ഞാൻ എന്റെ ജീവിതകാലം മക്കളുമായിട്ട് ഈ പ്രോഗ്രാം വരാൻ സാധിച്ചത്. ആദ്യത്തെ ആ 2 മക്കളുടെ അല്ലേ, അതിന് ഞങ്ങൾ പേര് വിട്ടിട്ടുണ്ട്. ഒന്ന് എലിസബത്ത്, സക്കറിയ. ട്യൂബില് പൊട്ടി എമർജൻസി ആയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജ് പോലും തയ്യാറാക്കി. 2 hours കൊണ്ട് ഓപ്പറേഷൻ വരെ നടത്തി. അതിനുശേഷം രണ്ടാമത്തെ ഉദരത്തിലുണ്ടായിരുന്നത് അത് കർത്താവിന്റെ പദ്ധതി 10 ദിവസം കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് കർത്താവ് വിളിച്ചു. അത് നമുക്ക് കിട്ടിയിരുന്നു അല്ലേ? ഒരാള് എലിസബത്ത് ആൻഡ് സക്കറിയ, അതിലൊരാളെ കിട്ടിയില്ല. അത് 2 പേരും ഒരേ ടൈമിലാണ്. ട്യൂബിൽ ആദ്യത്തെ ഉണ്ടായിരുന്നു, ആ ട്യൂബ് പൊട്ടി. അന്ന് സർജറി നടക്കുന്ന. അതിനുശേഷം 10 ദിവസം കഴിയുമ്പോൾ രണ്ടാമത്തെ ആള് ഉദരത്തിലുണ്ടായിരുന്ന ആളും ഓട്ടോമാറ്റിക്കായിട്ട് അബോട്ടായി. അത് 4.5 വർഷത്തിന് ശേഷമാണ് അത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ലഭിക്കുന്നത്, കുട്ടികളെ ലഭിക്കുന്നത്. വൈഫ് ഒത്തിരി വിഷമമായിരുന്നു. രണ്ടാമത്തതും പോയതിനു ശേഷം ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ഇല്ലായിരുന്നു. ഞാൻ ചെല്ലുമ്പോഴത്തേന് വൈഫിന്റെ വാവിട്ടുള്ള നിലവിളി. അന്ന് ഞാൻ പറഞ്ഞു, ഇത് തന്ന കർത്താവ് ഞങ്ങൾക്ക് വീണ്ടും കുട്ടികളെ തരും. അതല്ലേ ഇപ്പം 4 കുട്ടികൾ അല്ലേ? എവിടെ മറ്റുള്ളവരൊക്കെ? ഒരാളില്ലാത്തുണ്ട്, ബാക്കി 3 പേര് വന്നിട്ടുണ്ട്. ഓക്കെ. ഏറ്റവും ഇളയാളാണോ ഇത്? അല്ല. അവൻ എത്ര വയസ്സുണ്ട്? 4 വയസ്സ്. 1.5 വയസ്സ്. ഇത് മൂത്തയാൾക്ക് 13 വയസ്സ്, രണ്ടാമത്തെ ആൾക്ക് 12 വയസ്സ്, പിന്നെ 4.5 വയസ്സ്, ഇളയാൾക്ക് 1.5 വയസ്സ്. എല്ലാവരുടെയും പേരുകളൊന്ന് പറയും. ഫസ്റ്റ് അക്സ മറിയം ഷാജി, സെക്കൻഡ് വൺ അന്ന മരിയ ഷാജി, തേർഡ് വൺ ആൻസല അഗസ്റ്റിൻ ജേക്കബ്, അമ്മാനുവേൽ മാത്യു ജേക്കബ്, ഫോർത്ത് വൺ ആൻസല അഗസ്റ്റിൻ ജേക്കബ്. ഓക്കെ. അപ്പം 4 പേരെ അല്ലെ, 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും ആ വിഷമത്തിന് ദൈവം മുമ്പിലേക്ക് വെച്ചു തന്നു. തമ്പുരാൻ ഇനിയും തന്നാൽ ഞങ്ങൾ സ്വീകരിക്കും. അപ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ എത്രമാത്രം! കുഞ്ഞുങ്ങളെ കാണുന്നത് എപ്പോഴും അല്ലെ സന്തോഷമാണ്. സന്തോഷമാണ്. വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാൻ നേരമില്ല. ഇവരുടെ 4 പേരുടെ പുറകെ നടക്കുമ്പോ ടെൻഷനും ഇല്ല. ഇങ്ങനെയുള്ള അമ്മമാരെ, അതായത് കുഞ്ഞുങ്ങൾ നോക്കാൻ പാട്, സൗന്ദര്യം പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്ന് കുഞ്ഞുങ്ങൾ 1 മതി അല്ലെ 2 മതി എന്ന് തീരുമാനമെടുക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇനിയും തന്നാലും ഞങ്ങൾ സ്വീകരിക്കും, ദൈവം തരുന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു അമ്മ. ഇത് ഞങ്ങളെ 5 ഓപ്പറേഷൻ ആയിരുന്നു. ഒന്നും നോർമൽ അല്ല. ആദ്യത്തെ പ്രസവത്തിൽ ലൈഫ് ഡേഞ്ചറസ് ആയിരുന്നു. മേ ബി അവിടെ നിന്ന് റിക്കവർ ചെയ്ത്. അതാണ്, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നമ്മൾ വിചാരിക്കും ഇവിടം കൊണ്ട് തീർന്നു എല്ലാം. പിറ്റേ ദിവസം പുതിയ വാതിലാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത വാതിലായിരിക്കും തുറന്നിരുന്നത്. കൂടുതൽ അനുഭവങ്ങളിലേക്ക് വരാം. നമുക്ക് മത്സരത്തിലേക്ക് പോകേണ്ടതുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ഷാജി മാത്യുവിനുള്ള 3ാമത്തെ ചോദ്യം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ശക്തി പ്രാപിക്കും, അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും. ഏത് പ്രവാചകന്റെ വാക്കുകളാണ്? ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ശക്തി പ്രാപിക്കും, അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും. ഏത് പ്രവാചകന്റെ വാക്കുകളാണ്? ഓപ്ഷൻ എ യെശയ്യ, ഓപ്ഷൻ ബി ജെറമിയ, ഓപ്ഷൻ സി എസക്കിയേൽ ആൻഡ് ഓപ്ഷൻ ഡി ആമോസ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ശക്തി പ്രാപിക്കും, അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും. ഓപ്ഷൻ എ യെശയ്യ. ഓപ്ഷൻ എ യെശയ്യ. കഷ്ടപ്പാടിന്റെ കാലങ്ങളിൽ ഇതൊക്കെ ഒത്തിരി ശക്തി തന്ന വചനങ്ങളായിരിക്കും. തീർച്ചയായും മനപ്പാടമാക്കിയ വചന. ലോക്ക് ചെയ്യാം. തീർച്ചയായും. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ എ യെശയ്യ.
ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല, നമുക്ക് ആൻസർ ഏതാന്ന് നോക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ എ റൈറ്റ് ആൻസർ. ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായി നിൽക്കുന്ന അവസരങ്ങളിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ചില വചനങ്ങൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല. അതൊക്കെയാണ് നമ്മൾ ഹൃദയത്തിൽ പതിപ്പിക്കുന്ന വചനങ്ങൾ എന്ന് പറയുന്നത്. ഷാജിയുടെ അത് പറഞ്ഞപ്പോൾ ഷാജിയുടെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. കാരണം അതൊക്കെ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോവില്ല. ഒത്തിരിയധികം വേദനകൾ സഹിച്ചിട്ടുള്ള ഒരു മുഖം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഷാജിയുടെ കൂടെ വന്നിരിക്കുന്ന അടുത്തയാളെ നമുക്ക് പരിചയപ്പെടാം. ഞാൻ ഷാജിയുടെ ബ്രദർ. എന്റെ പേര് സാം മാളിയേക്കൽ. ഞാൻ UK വർക്ക് ചെയ്യുന്നു ഷെഫായിട്ട്. ഇപ്പൊ ലീവിന് വന്നിരിക്കുകയാണ്. എത്ര നാളായിട്ട് UK? സിൻസ് 2004. ഇപ്പൊ അറൌണ്ട് 12 years കഴിഞ്ഞു. 12 years. ഓക്കെ. എവിടെയാണ് UK? എവിടെയാണ്? UK വെയിൽസിലാണ്. വെയിൽസ്. എന്റെ ക്യാപിറ്റലായ കാർഡിഫില്. ഓക്കെ. 12 വർഷമായിട്ട്. മാരീഡ് ആണ്? ഞാൻ മാരീഡ് ആണ്. എനിക്ക് ഭാര്യയും 3 കുട്ടികളും, 3 ആൺപിള്ളേരാണ് എനിക്കുള്ളത്. അവരിവിടെ ഉണ്ടോ? നാട്ടിലുണ്ടോ? അതോ എല്ലാവരും ഇവിടെ നാട്ടിലുണ്ട്. വെക്കേഷൻ വന്നിരിക്കുകയാണ്? അല്ല, കുട്ടികളെ ഞാൻ ഇവിടെയാണ് പഠിപ്പിക്കുന്നത്. എനിക്ക് മൂത്തയാൾക്ക് 11 വയസ്സ്, അവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആൾക്ക് 7 വയസ്സ്, അവൻ 3rd സ്റ്റാൻഡേർഡിലോട്ട് ഇപ്പൊ കയറി. മൂന്നാമത്തെ കുട്ടിക്ക് 3 years ആയതേ ഉള്ളൂ. അപ്പം ജസ്റ്റ് ഇപ്പോൾ അവനെ കൊണ്ടുവന്നു അംഗൻവാടി ചേർത്തിരിക്കുകയാണ്. അടുത്ത വർഷം മുതൽ LKG വിടാൻ വേണ്ടി. ഇവിടെ നാട്ടിൽ തന്നെ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും അവിടെയാണ് വർക്ക് ചെയ്യുക? ഞങ്ങൾ രണ്ടുപേരും മാത്രം അവിടെ. കുട്ടികൾ ഉണ്ടായത് അവിടെയാണ്. അതിനുശേഷം അവർ LKG പ്രായമായപ്പോൾ തിരിച്ചിവിടെ കൊണ്ടാക്കി. അപ്പൊ ആരാണ് അവരെ നോക്കുന്നൊക്കെ? എന്റെ പേരൻസ് നോക്കും. ഞങ്ങള് ബ്രദേഴ്സ്. എന്റെ ഫാദറും ഷാജിയുടെ ഫാദറും ബ്രദേഴ്സാണ്. കസിൻ ബ്രദറാണ് എന്റെ. ശരി. പറയാമോ അവിടുത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അവിടെ നമ്മുടെ ഒത്തിരി സുഹൃത്തുക്കൾ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. എങ്കിലും ഈ ഒരു സ്ഥലം, UK സ്ഥലം കാർഡിഫ് എന്ന് പറഞ്ഞാൽ മനോഹരമായ സ്ഥലമാണ്. പ്രത്യേകിച്ച് മെട്രോപൊളിറ്റൻ സിറ്റി, മറ്റേ ലണ്ടൻ പോലെ അത്ര റഷില്ല. ജീവിത നിലവാരം കുറച്ചുകൂടെ ഉയർന്നതാണ്. പിന്നെ ഒരു സൈഡിൽ നോക്കിയാൽ അങ്ങനെ സുന്ദരമാണെങ്കിലും മറു സൈഡ് ഭയങ്കര ടെൻഷൻ പിടിച്ച ജീവിതം. ജോലി, വീട്, കുട്ടികള്, മറ്റൊന്നിനും സമയം കിട്ടത്തില്ല. ഈവൻ ചിലർ പറയുന്ന കേൾക്കാം പള്ളിയിൽ പോകാൻ കൂടെ സമയം കിട്ടാതെയാണ് ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുന്നത്. പള്ളിയിൽ പോലും വളരെ കുറച്ചാണ് ആൾക്കാർ, വളരെ കുറച്ചേ പോവുള്ളൂ ആൾക്കാർ. കാരണം ആ ദിവസം സൺഡേസിൽ അവിടെ ജോലി ചെയ്യുമ്പോൾ ഡബിൾ പേ കിട്ടും. അപ്പം കൂടുതലും ആൾക്കാർ അങ്ങനെ അവരത് ചൂസ് ചെയ്തിട്ട് ഒരു പള്ളിയിൽ പോകാതെ ഡ്യൂട്ടിക്ക് പോകും. എന്റെ ഒരു സുഹൃത്ത് എന്നെ അധികം ഒത്തിരി ഉപദേശിക്കുന്ന ഒരു അച്ഛൻ, അതായത് നമ്മുടെ ബോബി അച്ഛന്റെ ക്ലാസ്മേറ്റ് ആണ്, ഫാദർ തോമസ് തോർപ്പാന്ന് പറഞ്ഞത്. അദ്ദേഹം UK ഇതുപോലെ ഒരു സ്ഥലത്താണ്. അദ്ദേഹം പറയാറുണ്ട് അവിടെ ഇതുപോലെ ചർച്ചിൽ വരുന്നവർ വളരെ കുറവാണ്. അദ്ദേഹം പള്ളി മുറിയിൽ തനിയെ പാചകം ചെയ്ത് ആരുമായിട്ട് സംസാരിക്കാനില്ലാതെ കുർബാന ചെല്ലാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരവസ്ഥ. ചില രാത്രികളിൽ വിളിച്ച് എന്നോട് സങ്കടം പറയാറുണ്ട്. സംസാരിക്കാൻ വേണ്ടി, അതായത് എത്ര സംസാരിച്ചാലും അദ്ദേഹം ഫോൺ കട്ട് ചെയ്യാൻ ശ്രമിക്കില്ല, അല്ലെങ്കിൽ ഞാൻ വെക്കട്ടെ എന്ന് പറയത്തില്ല. കാരണം അവർക്ക് അത്രമാത്രം സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. കാരണം മലയാളീസ് പോലും അവിടെ കുറവാണ്. മലയാളീസ് ഇപ്പോൾ കൂടി വരുന്നുണ്ട്. പക്ഷെ ഇതാണ്, എല്ലാവരും അവരുടെ ജീവിത ചക്രത്തിൽപ്പെട്ടിട്ട് അങ്ങ് വളരെയധികം റഷായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പിന്നെ കുറെ ആൾക്കാർ വന്നു, അവരെ അറൌണ്ട് കൂടുതൽ ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടൊരു 4-5 വർഷമായിട്ടുള്ളൂ. ഞങ്ങൾ പോയ കാലഘട്ടങ്ങളിലൊക്കെ മലയാളികൾ കുറവായിരുന്നു. എന്റെ വൈഫ് 2000 പോയതാണ്. അന്ന് അവള് പറയുന്ന കേൾക്കാം, ഇങ്ങനെ വളരെ മലയാളം സംസാരിക്കാനായിട്ട് ഇങ്ങനെ ആൾക്കാരെ പിടിച്ചു നിർത്തും. മീൻസ് അങ്ങനെ 1-2 പേരേ ഉള്ളൂ. കൊതിയാണ്. ഒത്തിരി സന്തോഷം അനുഭവങ്ങൾ പങ്കുവച്ചതിൽ, പരിചയപ്പെട്ടതിൽ. ഏതായാലും UK നിന്നും വന്ന് കാനാൻ ദേശത്തില് ഷാജിയുടെ കൂടെ പങ്കെടുക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു. അവിടെയൊക്കെ ഗുഡ്നസ് ചാനൽ ഉണ്ടല്ലോ അല്ലെ? അവിടെ കിട്ടുന്നുണ്ടല്ലോ? ചാനലുണ്ട്. പ്രോഗ്രാം കാണുന്നുണ്ടാവും നിങ്ങളൊക്കെ? പ്രോഗ്രാംസ് കിട്ടുന്ന സമയങ്ങളിൽ കൂടുതൽ കാണാറുണ്ട്. പിന്നെ ഡിവൈന്റെ പ്രോഗ്രാമാണ് മിസ്സസ് എപ്പോഴും ഇടുക. കാരണം നമുക്ക് പിള്ളേർ ഇവിടെ ആയതുകൊണ്ടും പിന്നെ പിള്ളേരെ ഒരു വെസ്റ്റേൺ രീതി വളർത്താൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടും അവരവിടെ വന്നാലും ഇങ്ങനെയുള്ള മലയാളം പ്രോഗ്രാംസേ കാണിക്കുള്ളൂ. അല്ല വെസ്റ്റേൺ രീതിയിലുള്ള ആ പരിപാടികളൊന്നും നമ്മൾ കാണിക്കത്തില്ല. ഓക്കെ, ഒത്തിരി സന്തോഷം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റെഡിയല്ലേ ഷാജി? കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ഷാജി മാത്യുവിനുള്ള 4ാമത്തെ ചോദ്യം. മറിയത്തിന്റെ സ്തോത്രഗീതം രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക സുവിശേഷകൻ ആര്? മറിയത്തിന്റെ സ്തോത്രഗീതം രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക സുവിശേഷകൻ ആര്?
ഓപ്ഷൻ എ വിശുദ്ധ മത്തായി, ഓപ്ഷൻ ബി വിശുദ്ധ മർക്കോസ്, ഓപ്ഷൻ സി വിശുദ്ധ ലൂക്ക ആൻഡ് ഓപ്ഷൻ ഡി വിശുദ്ധ യോഹന്നാൻ. ആരാണ് മറിയത്തിന്റെ സ്തോത്രഗീതം രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക സുവിശേഷം? ഓപ്ഷൻ സി വിശുദ്ധ ലൂക്ക. ഓപ്ഷൻ സി വിശുദ്ധ ലൂക്ക. ഉറപ്പാണ്? തീർച്ചയായും. ലോക്ക് ചെയ്താൽ കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ സി വിശുദ്ധ ലൂക്ക. ഉറപ്പാണ്, തീർച്ചയായും എന്ന് ഷാജി പറഞ്ഞതിന് ശേഷം ഞാൻ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ആൻസറിലേക്ക് പോകാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ സി വിശുദ്ധ ലൂക്ക റൈറ്റ് ആൻസർ. സിൽവർ റൗണ്ടിൽ 4 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഷാജി മാത്യുവിന്റെ സ്കോർ അറിയാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഖനാൻദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ഷാജി മാത്യുവിനുള്ള പോയിന്റ്സ്. For the first question, 10 points. Second question, 10 points. And third question, again 10 points. And the last question, that is the silver questionum, 10 points. Silver roundile 4 questionsum correct ആയതുകൊണ്ട് 10 points ബോണസ് പോയിന്റ്സ് ലഭിക്കുന്നു. ടോട്ടൽ സിൽവർ റൗണ്ടിൽ ഷാജി മാത്യുവിനുള്ള പോയിന്റ്സ് 50 points. 50 points. സിൽവർ റൗണ്ടിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്തിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഷാജി, എങ്ങനെയാണ് ബൈബിൾ പഠിക്കുന്നത്? എങ്ങനെയാണ് ഇത്രയും ഹൃദ്യസ്ഥമാക്കി വെക്കുന്നത്? എന്താണ് ഇതിന്റെ ടെക്നിക്ക്? എപ്പോഴാണ് ബൈബിൾ വായിക്കുക? ബൈബിള് വായിക്കുന്നതിന് പ്രത്യേക സമയമൊന്നുമില്ല. എപ്പോൾ മനസ്സിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു തോന്നലുണ്ടാകുക അന്നേരം ബൈബിൾ എടുത്ത് വായിക്കും. അതിപ്പം വർക്ക് ചെയ്യുന്ന സമയത്താണേലും മൊബൈലിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് ബസ് കാത്തു നിൽക്കുകയോ അല്ലെ വണ്ടി ഒന്നും ബ്രേക്ക് ഡൗൺ ആയാലോ എന്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിച്ചാൽ അന്നേരം ഞാൻ എടുത്ത് നോക്കും, വായിക്കും. ഇന്നതിന്നില്ല ഏതും. കൂടാതെ കുട്ടികളുമായി രസകരമായ ഒരു കളിയാണ് ഞങ്ങളുടെ ആ ബൈബിളിന്റെ തന്നെയല്ല, അത് പ്രത്യേക ഇതാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് അവർ അച്ചാച്ചി നിർബന്ധമാണ്. കാരണം അവരുടെ ടേബിളിൽ ഞങ്ങൾ ഒരു പ്രത്യേക ടൈം ടേബിൾ പോലെ ഓരോ ദിവസത്തെ പ്രോഗ്രാം ഇട്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഒന്നുകിൽ സെന്റിന്റെ പേര് പറഞ്ഞു കളിക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ബൈബിൾ വചനങ്ങൾ പറയും. തേർഡ് ഡേ ആണെങ്കിൽ ബൈബിളിലെ നെയിമുകൾ പറഞ്ഞു കളിക്കും. ഫോർത്ത് ഡേ വിശുദ്ധരുടെ കഥകൾ ഞാൻ പഠിക്കണം, പഠിച്ചിട്ട് അവരെ ഒരു സിമ്പിളായിട്ട് അത് പറഞ്ഞു കേൾപ്പിക്കണം. നെക്സ്റ്റ് ഡേ അതുപോലെ പറഞ്ഞ കഥകളിൽ നിന്നും ബൈബിളിൽ നിന്നും ചോദ്യങ്ങൾ ഞാൻ ചോദിക്കണം, അവർ ഉത്തരങ്ങൾ സ്കോർ ചെയ്യും. അങ്ങനെ 7 ഡേ വരെ ഞങ്ങൾ ഓരോ പ്രോഗ്രാം ഇട്ടിരിക്കുകയാണ്. അതെല്ലാം ഈ ഭക്ഷണ മെസ്സേജിലാണ്. കാരണം ഈശോമിശിഹ ശിഷ്യന്മാർക്ക് ഊട്ടുവിളമ്പിന്റെ സമയത്താണ് എല്ലാം വിളമ്പി കൊടുത്തുകൊണ്ടിരുന്നത്. ആ ഒരു ബോധ്യം അവർക്ക് ഞാൻ കൊടുക്കാനായിട്ട് ഒരു അവസരം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ എത്ര രാത്രിയായാൽ വന്നാൽ പോലും, ഞാൻ രാത്രിയാകുക എന്ന് പറഞ്ഞാൽ ബൈബിളുകാരുമായോ അല്ലെങ്കിൽ പ്രാർത്ഥനാപരമായോ അല്ലെങ്കിൽ ഏതെങ്കിലും അത്യാവശ്യമായ കാര്യങ്ങളല്ലാതെ താമസിക്കാറില്ല. അല്ല 6:30 വീട്ടിലുണ്ട്. 6:30 to 7:30 പ്രാർത്ഥന നിർബന്ധമാണ്, ഞാൻ ഉണ്ടേലും ഇല്ലേലും. അതുകൊണ്ട് കുട്ടികൾ തന്നെ എന്നെ വിളിച്ച് ഓർമ്മിപ്പിക്കും, അച്ചാച്ചി സമയമായി. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ വരാൻ തന്നെ ദൈവത്തിന്റെ പദ്ധതി കുട്ടികളിലൂടെയാണ്. അവര് സ്റ്റെഫാനി പ്രോഗ്രാമിന് പങ്കെടുത്തതിന് ശേഷം ഞങ്ങൾക്ക് വചനങ്ങൾ പറഞ്ഞു തന്ന അച്ചാച്ചിയും ഇതിൽ പങ്കെടുക്കണമെന്ന് അവർക്ക് നിർബന്ധമായിരുന്നു. ഓരോ പ്രോഗ്രാം കാണുമ്പോഴും എന്നോട് പറയും, അച്ചാച്ചി അയക്ക് മെസ്സേജ് എന്ന്. എന്നിട്ട് എന്നോട് തന്നെ പറയും, ഇത് ആ ചോദ്യം ഇതാണ്, ഉത്തരം അച്ചാച്ചി പറയാൻ പറയും. അച്ചാച്ചി കൊണ്ട് തന്നെ പറയിപ്പിക്കും, എന്നെ കൊണ്ട് തന്നെ മെസ്സേജ് എത്തിക്കും. അപ്പൊ ആ കുട്ടികളാണ് ഇന്ന് ഷാജി മാത്യു ഈ ചെയറിൽ വന്നിരിക്കാനുള്ള പ്രചോദനം. തീർച്ചയായും ദൈവം അവരിലൂടെയാണ് ഒരുക്കിയത്. ഞാനതാ പറഞ്ഞു വന്നത്, ദൈവത്തിന്റെ പദ്ധതി
അവരിലൂടെയാണ് നടപ്പാക്കിയത്. അപ്പോൾ ഇങ്ങനെ ഡെയിലി എല്ലാ ദിവസവും ഡിന്നറിന്റെ സമയത്താണോ, വൈകുന്നേരത്തെ ഭക്ഷണത്തിന്റെ സമയത്താണോ? രാവിലെ തൊട്ട് അവര് വീട്ടിൽ എപ്പോഴൊക്കെ ഉണ്ടോ ആ സമയങ്ങളല്ല എന്നെ വെയിറ്റ് ചെയ്യും. ഭക്ഷണ സമയത്ത് വചനങ്ങൾ പങ്കുവച്ചിരിക്കും, കുറച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്ന പോലെ ഓരോ ദിവസങ്ങൾ. ഗ്രേറ്റ്. അതാണ് ഈ ആൻസറിന്റെ പിന്നിലെ രഹസ്യം. തീർച്ചയായും. നോക്കാം അടുത്ത റൗണ്ടിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു. തീർച്ചയായും. കാനാൻ ദേശം സീസൺ 2, ദ നെക്സ്റ്റ് റൗണ്ട്, ഗോൾഡൻ റൗണ്ട്. ഷാജി, ഗോൾഡൻ റൗണ്ടിനെ പറ്റിയും കുട്ടികൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടും അതിലേക്ക് പോകണ്ടല്ലോ, ഞാൻ വേണ്ട നിയമാവലികളൊന്നും. ഡയറക്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. റെഡി? റെഡി. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ഷാജി മാത്യുവിനുള്ള ആദ്യത്തെ ചോദ്യം. തോബിത്ത് എന്ന പഴയ നിയമ ഗ്രന്ഥം എഴുതപ്പെട്ടത് ഏത് ഭാഷയിലാണ്? തോബിത്ത് എന്ന പഴയ നിയമ ഗ്രന്ഥം എഴുതപ്പെട്ടത് ഏത് ഭാഷയിലാണ്? അരമായ ഭാഷ. അരമായ ഭാഷ. ഉറപ്പാണോ? ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. അരമായ ഭാഷ റൈറ്റ് ആൻസർ. തോബിത്ത് ആമുഖത്തിലാണ് ഈ ഭാഗം പറയുന്നത്. എനിക്ക് ഷാജിയെ വായിക്കാൻ പറ്റുന്നില്ല. ഷാജിയുടെ എക്സ്പ്രഷൻ, ഓരോ ചോദ്യത്തോടും കാണിക്കുന്ന റിയാക്ഷൻ, മുഖത്ത് വരുന്ന എക്സ്പ്രഷനിൽ നിന്നും എന്താണ് ഷാജി പറയാൻ പോവുക? ആ കണ്ണിന്റെ കൃഷ്ണമണികൾ ഇങ്ങനെ ഈ കമ്പ്യൂട്ടറിന്റെ മൗസിൽ നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന പോലെ അതിന്റെ ഒരു ചലനത്തിൽ നിന്നും ഡയറക്റ്റ് ആൻസറിലേക്ക് പോകുന്നു. സന്തോഷമാണോ, സങ്കടമാണോ, എക്സൈറ്റ്മെന്റ് ആണോ, ഒന്നും ഷാജിയുടെ മുഖത്തുനിന്ന് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഇതാണോ സ്ഥായിയായ ഭാവം എപ്പോഴും? ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെയാണോ? അതോ കുറച്ചുകൂടെ ഞാൻ ആക്റ്റീവ് അല്ല എന്നല്ല പറഞ്ഞത്, വളരെ ഇങ്ങനെ കാമായിരുന്നു, അത്രയും കാം ആൻഡ് ക്വയറ്റ് അല്ല? ചെറുപ്പകാലത്തെ ജീവിതത്തെ പറ്റി ഒന്ന് പറയാമോ? അമ്മാനുവലിനെ എങ്ങനെ നോക്കുന്നു അതുപോലെയായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അങ്കിൾ കണ്ട അമ്മാനുവലിന്റെ കുസൃതിയുടെ 4 ഇരട്ടി. 4 ഇരട്ടി. അത് തീരെ ചെറിയ കാലം. അതിനുശേഷവും സ്കൂൾ ജീവിതം വരെ. അതിനുശേഷം വിശുദ്ധ ഫ്രാൻസിസിയുടെ കാലം പറഞ്ഞു 25 വയസ്സ് വരെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു 31 വയസ്സ് വരെ എന്റെ ജീവിതം. അവിടുന്ന് കർത്താവ് 27ാമത്തെ വയസ്സിൽ എനിക്ക് ഒരു ജോലി കർത്താവ് തന്നു. ഞാൻ വിദേശത്ത് ജോലിക്ക് പോയി. 6 വർഷക്കാലം അവിടെ ഉണ്ടായിരുന്നു. 99 നവംബർ 18 എനിക്ക് ജീവിത പങ്കാളിയെ കർത്താവ് തരുന്നത്. അതിനുശേഷവും ഇതേ ജീവിതം തന്നെയായിരുന്നു. ആ ജീവിതത്തിൽ 2001 ഓഗസ്റ്റ് 31 വിരാമം ഇട്ടു എന്ന് പറയാം. എല്ലാ വർഷവും വീട്ടുകാര് എടുക്കുന്നത് പോലെ 8 നോയമ്പ് എടുക്കുക പതിവായിരുന്നു. അത് നമ്മള് കത്തോലിക്കൻ എങ്ങനെ എടുക്കുന്നോ ആ ഒരു ചിന്താഗതിയിൽ മാത്രമായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അതിലുപരിയായി ഞാൻ മുസ്ലിം രാജ്യത്ത് അബുദാബിയിലായിരുന്നു വർക്ക് ചെയ്തത്. അവിടെ വെച്ച് പുതിയൊരു പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രേരണ, മറ്റു മതങ്ങളിലെ സഹോദര് ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിനക്കെടുത്തുകൂടാ എന്നൊരു ഉള്ളിലൊരു ചോദ്യം. അതോടെ ഞാൻ സ്വീകരിച്ചു. ഇപ്പോൾ ഞാനത് തിരിച്ചറിയുന്നു. കാനായിലെ കല്യാണ വിരുന്നില് പരിശുദ്ധ അമ്മ ഏതാവശ്യത്തിനാണ് ആ വീട്ടിലുണ്ടായിരുന്നത് അതേ അനുഭവത്തിൽ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നതാണെന്ന് ഞാൻ തീർച്ചയായിട്ടും അറിയുന്നു. ഇപ്പോഴിവിടെ ഇരിക്കുമ്പോഴും ആ അമ്മ
എന്റെ അമ്മയായിട്ട് എന്റെ കൂടെയുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തീർച്ചയായും. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ഷാജി മാത്യുവിനുള്ള രണ്ടാമത്തെ ചോദ്യം. തിമോത്തേയോസിനും തീത്തോസിനുമുള്ള ലേഖനങ്ങൾ ഏത് പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത്? തിമോത്തേയോസിനും തീത്തോസിനുമുള്ള ലേഖനങ്ങൾ ഏത് പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത്? ഗോൾഡൻ റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യമാണ്. വ്യക്തികൾക്കെഴുതിയ ലേഖനം. വ്യക്തികൾക്കെഴുതിയ ലേഖനം അങ്ങനെയാണോ കറക്റ്റ് പറയാൻ? പൗലോസ്ലിഹയുടെ ലേഖനമാണ്. പറയൂ, എന്താണ് പൗലോസ്ലിഹ വ്യക്തികൾക്കെഴുതിയ? ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. അജപാലകർക്കുള്ള ലേഖനങ്ങൾ നോക്കാനുള്ള അവസരമുണ്ടായിരുന്നു, വേണ്ടാന്ന് വെച്ചതാണ്. അപ്പോൾ ഗോൾഡൻ റൗണ്ടിൽ 2 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഷാജിയുടെ ബ്രദർ സാമിലേക്ക് ഒരിക്കൽ കൂടെ പോകാം. സാം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഇന്ന് എല്ലാ പേരൻസും കുട്ടികളെ അവിടെ വളർത്താൻ, അത് വിദേശത്ത് വളർത്താൻ വ്യഗ്രത കാണിക്കുന്ന ഒരു സമയമാണ്. അവിടെ വളരണം, അവിടെ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ അവർ വളരെ ഉയർന്ന നിലയിലെത്തും. എന്താണ് തിരിച്ചൊരു തീരുമാനം എടുക്കാൻ കാരണം? ചോദിച്ചത് നല്ല ചോദ്യമാണ്. കാരണം UK ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ ആൾക്കാർ വന്നു ചേരുകയും അവരൊക്കെ അവിടുത്തെ സംസ്കാരമായിട്ട് ഇടപഴകി അവിടെ തന്നെ അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമാണ്. ഞാൻ എങ്ങനെ പഠിച്ചു വന്നോ, ഞാൻ ഇന്ന് ഈ നിലയിൽ എങ്ങനെയായോ, അതിന് എനിക്ക് പ്രചോദനമായി ഇവിടുത്തെ വിദ്യാഭ്യാസവും കാര്യങ്ങളും അതൊക്കെ എന്റെ കുട്ടികളും അനുഭവിക്കണം. അവിടെ കുട്ടിക്കാലം ഇവിടെ മനോഹരമാക്കി തീർക്കണമെന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. എന്റെ ആഗ്രഹത്തോട് അതുപോലെ തന്നെയാണ് എന്റെ മിസ്സസിന്റെ ആഗ്രഹവും. അവക്കും കുട്ടികളെ നാട്ടിൽ പഠിപ്പിച്ചാൽ മതി, തുടർ വിദ്യാഭ്യാസം ദൈവം അനുഗ്രഹിച്ചാൽ അവർക്ക് UK ഏത് രാജ്യത്തെ പോയി ചെയ്യാം. പക്ഷെ ബേസിക് പഠനം ഞാൻ കണക്ക് കൂട്ടിയ, കാരണം ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് എനിക്കുള്ളത്. എന്റെ കാഴ്ചപ്പാടെ കണക്ക് കൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നാണയത്തിന്റെ അകവും പുറവും ആയ രീതിയിലാണ് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസവും വിദേശ വിദ്യാഭ്യാസവും. പക്ഷെ ഞാൻ ചൂസ് ചെയ്തു നാട്ടിലെ വിദ്യാഭ്യാസം തന്നെ എന്റെ മക്കൾക്ക് കൊടുത്താൽ മതി. കാരണം അവർക്ക് ഗുണകരമാകും എന്നെനിക്ക് ഉറപ്പാണ്. കാരണം എനിക്ക് ഗുണകരമായി. ആ ഒരു സെയിം ആറ്റിറ്റ്യൂഡ് ഞാൻ എന്റെ മക്കളുടെ കാര്യത്തിലും എടുത്തു. അത്രയേ ഉള്ളൂ. നമ്മുടെ നാടിന്റെ ഒരു സംസ്കാരം. തീർച്ചയായിട്ടും സംസ്കാരം. അവർ ബന്ധുക്കളെ അറിയണം, പള്ളിയിൽ പോകണം, സൺഡേ സ്കൂളിൽ പോകണം. ഈ പള്ളിയും സൺഡേ സ്കൂളും ഒന്നും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. വൺസ് ഇൻ എ മന്ത്, ആദ്യത്തെ ഒരു ഞായറാഴ്ച, ഒരു മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച മാത്രമേ മലയാളം കുർബാനയുള്ളൂ അവിടെ. ബാക്കി സൺഡേസ് ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് അതാണെങ്കിൽ തന്നെ സിറ്റിക്കകത്തേ ഉള്ളൂ. ഞങ്ങൾ പോകുന്ന എനിക്കവിടെയുള്ള പാരിഷ് എന്ന് പറയുന്നത് സെന്റ് ജോൺസ് ലോയിഡ്സ് കാത്തലിക് ചർച്ചാണ്. അതിന്റെ സ്കൂളിലാണ് ചെറുപ്പത്തിൽ എന്റെ പിള്ളേർ നേഴ്സറിയും ഇതൊക്കെ പഠനം പൂർത്തിയാക്കി. അതിനുശേഷമാണ് അവർ ഇങ്ങോട്ട് വന്നത്. സിറ്റിക്കകത്ത് ഒരു ദിവസം, ഒരു മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ഒരു മലയാളം കുർബാനയുണ്ട്. അത് ഈവനിങ്ങിലാണ്. അത് കഴിവതും ആൾക്കാർക്ക് പങ്കെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ അവർ അത് നടത്തിക്കൊണ്ട് പോകുന്നു. സൺഡേ സ്കൂൾ ആയ രീതിയിലൊന്നും അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഇല്ല ഇതുവരെയായിട്ടും. അപ്പോൾ നാട്ടിലാക്കി അവരെ വേദപാഠത്തിനാണേലും എല്ലാം സൺഡേകളിൽ പറഞ്ഞു വിടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിന് അത് കാണുമ്പോൾ തന്നെ സന്തോഷമാണ് സത്യം പറഞ്ഞു. തീർച്ചയായിട്ടും വളരെ നല്ലൊരു തീരുമാനമാണെങ്കിലും എനിക്ക് ഒരു സംശയം ബാക്കി കിടക്കുന്ന, സംശയമല്ല, നമുക്ക് കുട്ടികളെ മിസ് ചെയ്യത്തില്ലേ ആ പ്രായം? തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട് അവരെ. ദൈവാനുഗ്രഹം എന്ന് പറയാം, ഞങ്ങൾ ഒരു വർഷം 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ വന്നു പറ്റുന്നുണ്ട്. അപ്പൊ ഞങ്ങള് പറയുകയാണെങ്കിൽ അവിടെ നാഷണൽ ഹെൽത്ത് സർവീസ് NHS എന്ന് പറയും, അതിൽ ഷെഫായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. അതേ സെയിം ഹോസ്പിറ്റലിൽ തന്നെ എന്റെ മിസ്സസ് തിയേറ്റർ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ അവധിക്ക് ഒരു പ്രശ്നം വന്നിട്ടില്ല. അപ്പോൾ 2-3 മന്ത്സ് കൂടുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ വരികയും ഇവരെ കാണുകയും എല്ലാ വെക്കേഷനും ഇവരെ ഞങ്ങൾ അങ്ങ് കൊണ്ടുപോകും. എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം അവർ ഫ്ലൈറ്റ് കയറി വിടുന്നു. പിന്നെ ഞങ്ങൾ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോഴേ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുള്ളൂ. വെരി ഗുഡ്.
ഒത്തിരിയധികം സന്തോഷം ഈ ഒരു അനുഭവം, ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഷെയർ ചെയ്തതെന്ന്. കാരണം ഒത്തിരി പേർക്ക് അതൊരു ചിന്തിക്കാനുള്ള വക നൽകുന്ന സാധനമാണ്. തീർച്ചയായും. ഓക്കെ, നമുക്ക് വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഷാജി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ഷാജി മാത്യുവിനുള്ള മൂന്നാമത്തെ ചോദ്യം. നോഹയുടെ ആയുസ് എത്ര വർഷമായിരുന്നു? നോഹയുടെ ആയുസ് എത്ര വർഷമായിരുന്നു? നോഹയുടെ ആയുസ് എത്ര വർഷമായി? വർഷം. എത്രയാണ്? 350 വർഷം. നോഹയുടെ ആയുസ് 950. 950 വർഷം. കമ്പ്യൂട്ടർ പ്ലീസ്. 950 വർഷം. റൈറ്റ് ആൻസർ. എന്താണ് ചെറിയ മിസ്റ്റേക്ക്? വായിച്ചതിൽ ഒരു മിസ്റ്റേക്ക് വന്നു. 3 ചോദ്യങ്ങൾ ഗോൾഡൻ റൗണ്ടിൽ ഒരെണ്ണം ലൈഫ് ലൈൻ യൂസ് ചെയ്തിരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ ഷാജിയുടെ മകൻ അവിടെ മൈക്രോഫോണിന് വേണ്ടിയിട്ട് ചോദിക്കുന്നത് കണ്ടു. നമുക്ക് അവനിലേക്ക് ഒന്നുകൂടെ പോയിട്ട് വരാം. മോനെന്താ ചെയ്യാൻ പോവാ? പാട്ട് പാടാൻ പോവാ. പാടിക്കോളൂ. എന്റെ യേശുവൽ എത്ര ബ്യൂട്ടിഫുൾ, നിന്നെ ഓർക്കുമ്പോ എന്റെ ഹാർട്ടിന്റെ ഹാപ്പി വന്നിക്കായല്ലോ. മോൻ നന്നായിരുന്നു കേട്ടോ. ഏത് ലാംഗ്വേജ് ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇംഗ്ലീഷും മലയാളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാട്ടിന്റെ ഒറിജിനൽ വേർഷൻ ഒന്ന് പാടി കേൾപ്പിക്കാമോ? ആർക്ക്? അമ്മ പാടാമോ? ഈശോയെ നിന്റെ ഫോട്ടോകൾ എന്റെ ഐസുകൾ എത്ര ബ്യൂട്ടിഫുൾ, നിന്നെ ഓർക്കുമ്പോൾ എന്റെ ഹാർട്ടിന്റെ ഹാപ്പി വർണ്ണിക്കാൻ വയ്യല്ലോ. ഇതാരുടെ രചനയാണ്? ചേച്ചിമാരെ സൺഡേ സ്കൂളിൽ അച്ഛൻ ബ്രദർ പഠിപ്പിച്ച പാട്ടാ. ചേച്ചിമാരുടെ പരിപാടി അതെല്ലാം കൊണ്ട് ഇവനെ പഠിപ്പിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്. പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിൽ ഷാജി മാത്യുവിന് ഗോൾഡൻ റൗണ്ടിലുള്ള 4ാമത്തെ ചോദ്യം. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ യേശുവിന്റെ സ്വർഗാരോഹണം വിവരിക്കുന്നത് എത്രാമത്തെ അധ്യായത്തിലാണ്? ശ്രദ്ധിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ യേശുവിന്റെ സ്വർഗാരോഹണം വിവരിക്കുന്നത് എത്രാമത്തെ അധ്യായത്തിലാണ്? ഗോൾഡൻ റൗണ്ടിൽ 4ാമത്തെ ചോദ്യം. ഇനിയും 35 സെക്കൻഡുകൾ. ലൈഫ് ലൈൻ യൂസ് ചെയ്യാം. ലൈഫ് ലൈൻ, യുവർ ടൈം.
അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ യേശുവിന്റെ സ്വർഗാരോഹണം വിവരിക്കുന്നത് എത്രാമത്തെ അധ്യായത്തിലാണ്? ഒന്നാമത്തെ അധ്യായം. കമ്പ്യൂട്ടർ പ്ലീസ്. ഒന്നാമത്തെ അധ്യായത്തിൽ റൈറ്റ് ആൻസർ. 4 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഗോൾഡൻ റൗണ്ടിൽ. സ്കോർ അറിയാം ഷാജിയുടെ. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ഷാജി മാത്യുവിനുള്ള പോയിന്റ്സ്. ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10 പോയിന്റ്സ്. സെക്കൻഡ് ക്വസ്റ്റ്യന് പറഞ്ഞിരുന്ന ഉത്തരം തെറ്റായിരുന്നു, സോ നോ പോയിന്റ്സ്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ 5 പോയിന്റ്സ്. ആൻഡ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദി ഗോൾഡൻ ക്വസ്റ്റ്യനും അഗെയിൻ 5 പോയിന്റ്സ്. ആൻഡ് ടോട്ടൽ ഷാജി മാത്യുവിന് ഗോൾഡൻ റൗണ്ടിൽ ലഭിക്കുന്ന പോയിന്റ് 20 പോയിന്റ്സ്. സിൽവർ റൗണ്ടിൽ 50 പോയിന്റ്സ്. ആൻഡ് ഇതുവരെയുള്ള പോയിന്റ് നില 70 പോയിന്റ്സ്. ടോട്ടൽ ആദ്യത്തെ 2 റൗണ്ട് കഴിയുമ്പോൾ 70 പോയിന്റ്സ്. ഇനിയും ഏറ്റവും വിലയേറിയ റൗണ്ട്, അതിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 ദ തേർഡ് റൗണ്ട്, ഡയമണ്ട് റൗണ്ട്. ഡയമണ്ട് റൗണ്ട് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറ്റവും പ്രീഷ്യസ് റൗണ്ടാണ്. ഇവിടെയും 4 ചോദ്യങ്ങളാണ്. കൂടെ വന്നിരിക്കുന്ന ബ്രദറിന്റെയും ഭാര്യയുടെയും സഹായം ചോദിച്ച് ആൻസർ ചെയ്യുകയാണെങ്കിൽ ഓരോ ആൻസറിനും 10 പോയിന്റ്സ് ആണ് ലഭിക്കുക. മറിച്ച് ചോദ്യങ്ങൾക്ക് മുൻപേ ഷാജി എടുക്കുന്ന ഒരു തീരുമാനം, ഞാനിത് ഡയറക്റ്റ് ഫേസ് ചെയ്യാം എന്നെടുക്കുന്ന തീരുമാനത്തിൽ ഇത് ഡയമണ്ട് റൗണ്ടായി മാറും. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിന് 20 പോയിന്റ്സ്, രണ്ടാമത്തെ ചോദ്യത്തിന് 40, മൂന്നാമത്തെ ചോദ്യത്തിന് 80, നാലാമത്തെ ചോദ്യത്തിന് 160, അങ്ങനെ ടോട്ടൽ 300 പോയിന്റ്സ്. തീരുമാനം ഷാജിയുടേതായിരിക്കണം. ഡയറക്റ്റ് പോകട്ടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ഷാജി മാത്യുവിനുള്ള ആദ്യത്തെ ചോദ്യം. കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ഇസ്രായേൽ ജനത്തിന് ഭക്ഷിക്കാൻ ദൈവം ആദ്യമായി മന്ന വർഷിച്ചത് എവിടെ വെച്ചാണ്? ശ്രദ്ധിക്കാം. കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ഇസ്രായേൽ ജനത്തിന് ഭക്ഷിക്കാൻ ദൈവം ആദ്യമായി മന്ന വർഷിച്ചത് എവിടെ വെച്ചാണ്? സീൻ മരുഭൂമി. ശ്രദ്ധിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. സീൻ മരുഭൂമിയിൽ വെച്ച് റൈറ്റ് ആൻസർ. ഡയമണ്ട് റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. പുറപ്പാട് 16, 14 മുതൽ 31 വരെ വാക്യങ്ങൾ. അവിടെയാണ് ഈ ഭാഗം വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും ഞാൻ സാമിലേക്ക് ഒന്ന് പോവുകയാണ്. പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ചോദ്യം. ഇന്ന് പല രാജ്യങ്ങളിലേക്കും നമ്മുടെ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ഒത്തിരിയധികം വിദ്യാർത്ഥികൾ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഫാമിലികൾ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒത്തിരി ചീറ്റിങ്ങുകൾ നടക്കുന്ന ഒരു ഭാവം കൂടിയാണിത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് UK-യിൽ എത്രമാത്രം അത് പോസിറ്റീവാണ്, എത്രമാത്രം പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണത്? ഒത്തിരി വിദ്യാർത്ഥികൾ, പ്രധാനമായിട്ടും വരുന്ന വിദ്യാർത്ഥികളാണ് അവിടെ വന്ന് ചീറ്റ് ചെയ്യപ്പെടുന്നത്. കാരണം ഈ സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞൊരു പരിപാടി നേരത്തെ ഉണ്ടായിരുന്നു സ്റ്റുഡന്റ് വിസയ്ക്ക്. അതിനുശേഷം അവർ ആ റൂളൊക്കെ മാറ്റി സ്റ്റേ ബാക്ക് നേരത്തെ 3 years കിട്ടിക്കൊണ്ടിരുന്ന പിന്നെ സ്റ്റേ ബാക്ക് 1 year ആയി. കാരണം 2 year കോഴ്സ് പഠിച്ചേച്ച് 1 year സ്റ്റേ ബാക്കിൽ നിന്ന് ജോലി ചെയ്ത് കാശുണ്ടാക്കാം. അതുപോലെ ഈവൻ പഠിക്കുന്ന സമയത്താണ് ജോലി ചെയ്യാമെന്ന് അഡ്വർടൈസ്മെന്റിൽ കാണും ഇവരെ അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി. പക്ഷെ ആക്ച്വലി 15 hours ഒക്കെ ഇവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതും ഒരു വീക്കിൽ 15 to 18 hours ഒക്കെ മേളിൽ പോയാൽ അവിടെ റെയ്ഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഡീപ്പോർട്ട് ചെയ്യാം അവരെ. അത് ഇങ്ങോട്ട് കയറ്റി വിടും ഉടനെ തന്നെ. അങ്ങനെ സാഹചര്യത്തിൽ ഒത്തിരി പേര് വന്ന് 2, 3, 10 ലക്ഷം ഒക്കെ കൊടുത്ത് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ വന്ന് ഇറങ്ങി. കുറെ പേര് രക്ഷപ്പെട്ടവരുടെ കാര്യം നമ്മൾ പറയണല്ലോ. രക്ഷപ്പെട്ടു കുറെ ആൾക്കാർ. കാരണം അവരെയൊക്കെ സഹായിക്കാൻ വേറെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാവുന്ന ഒരു ഏജൻസി അയച്ചുകൊണ്ടാകാം. പക്ഷേ ഞങ്ങളുടെ ഹോസ്പിറ്റലാണെങ്കിലും ആ സറൗണ്ടിങ്സിലാണെങ്കിലും നമ്മൾ അറിയുന്ന ഇങ്ങനെ പുതിയതായിട്ട് വന്ന ആൾക്കാർ നമ്മൾ പരിചയപ്പെടുമല്ലോ. ഈവൻ പള്ളിയിൽ വെച്ചാണെങ്കിലും വഴി വെച്ചാണെങ്കിലും കാണുമ്പോൾ സംസാരിക്കും. അപ്പൊ പറയും, ചേട്ടാ ഇതുപോലെ 10 ലക്ഷം കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്, 6 ലക്ഷം കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് എന്നെല്ലാം പറയുകയും അവർ തന്നെ പറയും ഇവിടെ വന്ന ശേഷം അവരുദ്ദേശിച്ച പോലെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, പഠനത്തോടൊപ്പം ജോലി അതിങ്ങനെ കാശുണ്ടാക്കാമെന്നുള്ള ഒരു അഡ്വർടൈസ്മെന്റിലാണ് അവർ കയറി വന്നത്.
പക്ഷേ അവർക്ക് ഈ 18 hours ഒക്കെ ഒരു വീക്കിൽ ചെയ്താൽ അവർക്ക് താമസിക്കാൻ അവരുടെ അക്കോമഡേഷനുള്ള പൈസ പോലും ചിലപ്പോൾ കണ്ടെത്താൻ സാധിക്കത്തില്ല. പിന്നെ എല്ലാവരും പറയുന്നത് എങ്ങനെയെങ്കിലും നിന്ന് പോകണം, ബാങ്കിലെ ലോണ് കാര്യങ്ങള് പേരൻസ് ഇതെല്ലാം നോക്കി. പക്ഷെ ഭാഗ്യമുള്ളവർക്ക് വിസ മാറി കിട്ടും. അങ്ങനെ കിട്ടിപ്പോയവര് രക്ഷപ്പെട്ടു. പലരും വന്ന് പെട്ടുപോവുകയാണ്. ഇപ്പോൾ ഒരു അറൌണ്ട് ഒരു 2010 ശേഷം വന്നവര് രക്ഷപ്പെട്ടവരുണ്ട്. അതിനേക്കാൾ ഉപരി ഒത്തിരി വിഷമിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് അവിടെ. സോ വളരെ കെയർഫുൾ ആയിട്ട് വേണം. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യം അവിടെ UK ഗുണകരമല്ലെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം മന്ത്രിസഭ മാറി, അവരുടെ തീരുമാനങ്ങൾ മൈഗ്രേഷനെ സംബന്ധിച്ച് അവരുടെ വ്യൂസ് എല്ലാം മാറിപ്പോയി. അവര് കൂടുതൽ ടഫ് ആകുകയാണ്. ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ റീസെന്റ് ഞങ്ങൾ യൂറോപ്യൻ യൂണിയൻ വിട്ടു. അതിന്റെ ഡ്രോബാക്സ് ഞങ്ങൾക്ക് ശരിക്കും ഇപ്പൊ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മീൻസ് ഓപ്പൺ മാർക്കറ്റ് ആയിരുന്നു, അതെല്ലാം ഷോർട്ടനായി. UK ഓൺ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ഇപ്പൊ UK ശ്രമിക്കുന്നത്. അത് എത്രത്തോളം വിജയിക്കും എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അതൊക്കെ വലിയ വലിയ രാഷ്ട്രീയക്കാരുടെ കളികളാണ്. വർഷങ്ങൾ പിടിക്കുമെന്നാണ് പേപ്പറിലൊക്കെ. തീർച്ചയായിട്ടും വർഷങ്ങൾ പിടിക്കും. ഞാൻ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് വരെ പൗണ്ടിന് 107 രൂപ വരെ ഇവിടെ ഉണ്ടായിരുന്നു പൗണ്ടിന്. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ അത് വെറും 80 രൂപയേ ഉള്ളൂ. ആ ഒരു ഡൗൺ, അതായത് നമ്മൾ ഇന്ത്യൻ കറൻസി അവരെ വളർച്ച പ്രാപിച്ചു, അവർ ഡൗൺ ആയെന്നാണ് എന്റെ അർത്ഥം. ഓക്കെ, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു സാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ഷാജി മാത്യുവിനുള്ള രണ്ടാമത്തെ ചോദ്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ വയലിൽ ഒളിച്ചുവച്ചിരിക്കുന്ന നിധിക്ക് തുല്യം എന്ന് യേശു വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ശ്രദ്ധിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ വയലിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം എന്ന് യേശു വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഡയമണ്ട് റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യം. സ്വർഗരാജ്യത്തെ ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. സ്വർഗരാജ്യത്തെ, ദൈവരാജ്യം. റൈറ്റ് ആൻസർ. ഏറ്റവും വിലയേറിയ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി കഴിഞ്ഞു. ഇനിയും അതിലും വിലയേറിയ 2 ചോദ്യങ്ങൾ കൂടി മാത്രം. പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ഷാജി മാത്യുവിനുള്ള മൂന്നാമത്തെ ചോദ്യം. ഏലിയ പ്രവാചകനെ വധിക്കുമെന്ന് ദൂതനെ വിട്ട് മുന്നറിയിപ്പ് നൽകിയ സ്ത്രീ ആരാണ്? ഏലിയ പ്രവാചകനെ വധിക്കുമെന്ന് ദൂതനെ വിട്ട് മുന്നറിയിപ്പ് നൽകിയ സ്ത്രീ ആരാണ്? ജെസബൽ. ഷാജിയുടെ മുഖത്ത് ക്വസ്റ്റ്യൻ കേട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ പുഞ്ചിരി, ഒരു കോൺഫിഡൻസ് ഞാൻ കാണുന്നു. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. ജെസബൽ റൈറ്റ് ആൻസർ. 3 ചോദ്യങ്ങൾ. ഈ 3 ചോദ്യങ്ങൾ റൈറ്റ് ആൻസർ ആവുമ്പോഴാണ് നാലാമത്തെ ചോദ്യം ഏറ്റവും വിലയേറിയ ചോദ്യമായി മാറുന്നത്. ക്വസ്റ്റ്യൻ കേൾക്കാൻ ആകാംക്ഷയോടെ ഇരിക്കുകയാണെന്ന് എനിക്കറിയാം പ്രേക്ഷകരും. ഞാൻ പ്രിയ പത്നിയിലേക്ക് ഒന്നുകൂടെ പോവുകയാണ്. കുട്ടികൾ ഒരാളെ വന്നിട്ടുള്ളൂ, മറ്റുള്ളവരെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി. ബാക്കി 3 പേരും പുറത്തുണ്ട്. കുഞ്ഞ് വഴക്കുണ്ടാക്കുന്നതുകൊണ്ട് അവനെ നോക്കാൻ വേണ്ടി മറ്റു 2 പേരും പുറത്തോട്ട് പോയിരിക്കുവാണ്. പിന്നെ അവര് എന്നും ഓരോ ബൈബിൾ വചനം എഴുതും പഠിക്കുന്നതിന് മുൻപ്. വൈകുന്നേരം സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞ് പഠിക്കുന്നതിന് മുൻപ് പിറ്റേ ദിവസത്തേക്കുള്ള വചനം എഴുതും ബുക്കില്. ആ വചനം പഠിച്ചുകൊണ്ടാണ് ഞങ്ങൾ എന്നും രാവിലെ 6 പേരും പള്ളിയിൽ പോകും. 6:30ക്കാണ് ഞങ്ങളുടെ കുർബാന.
പള്ളിയിൽ പോയിച്ച് വന്നിട്ടേ ഉള്ളൂ ബാക്കി ഞങ്ങളുടെ പരിപാടിയുള്ള വീട്ടിലുള്ള നടത്തത്തുള്ളൂ. അപ്പൊ അവരെന്ന് വചനം പഠിച്ചുകൊണ്ട് പോകുമ്പോൾ പള്ളിയിൽ ചെന്ന് നേരത്തെ ആണ് അവർ ചെല്ലുന്നതെങ്കിൽ അവിടെ കാണുന്ന ആൾക്കാരോടെല്ലാം വചനം പറയും. രണ്ടുപേരും വചനം പറയും. സിസ്റ്റേഴ്സിനോടായാലും അവിടെ വരുന്ന ആൾക്കാരോടായാലും അച്ഛന്മാരോടായാലും എല്ലാവരോടും. അല്ല എങ്കിലും കുർബാന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവിടെ ഉള്ളവരോട് കാണുന്നവരോടൊക്കെ വചനം പറയും. പിന്നെ സ്കൂളില് പഠിപ്പിക്കുന്ന മിസ്സുമാരോട്, ഫ്രണ്ട്സിനോട്, പ്രിൻസിപ്പാളിനോട് എല്ലാവരോടും വചനം പറയും. എല്ലാ ദിവസവും പഠിക്കും, എല്ലാ ദിവസവും വചനം പറയും. പിന്നെ അവര് ശാലോ മാസിക സ്കൂളില് വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ വചനോത്സവം മാസിക സ്കൂളിൽ വിതരണം ചെയ്യുന്നുണ്ട്. അവര് കിട്ടാൻ നോക്കിയിരിക്കുക. വരുമ്പോഴേ പറയും ഞങ്ങൾ കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ എടുത്ത് റെഡിയായിട്ട് നിൽക്കുക കൊണ്ടു കൊടുക്കാൻ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ടോട്ടലി കൊടുത്ത് തീർത്ത് വീട്ടിൽ വരത്തുള്ളൂ. ഒത്തിരി കുടുംബങ്ങൾക്ക് സ്വാംശീകരിക്കാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ, വചനത്തോട് കുട്ടികളെ എങ്ങനെ അടുപ്പിക്കാം എന്നുള്ള ഒത്തിരി നല്ല കാര്യങ്ങൾ വളരെ പ്ലാനിങ്ങോടെ നടത്തുന്ന ഒരു കുടുംബം. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ 4 കുട്ടികളെയും അതിലേക്ക് കൊണ്ടുവരുന്ന. അത് ഷാജിയുടെ ഒരു സ്പെഷ്യൽ ഡിസൈനിങ് അതിന്റെ പുറകിലുണ്ട്. തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അഭിനന്ദനം എന്നാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, എനിക്ക് ആരാധന തോന്നുന്നു. അങ്ങനെ കുട്ടികളെ ചെറുപ്പം മുതൽ അതിലേക്ക് കൊണ്ടുവരാനുള്ള ഷാജിയുടെ ബോധപൂർവമായ ശ്രമം, അതിനോട് കുട്ടികളും വൈഫും കാണിക്കുന്ന സ്നേഹസമ്പൂർണമായ ഒരു പിന്താങ്ങൽ. വെരി ഗുഡ്. പോകാം ഷാജി അടുത്ത ചോദ്യത്തിലേക്ക്. നമ്മുടെ ഗെയിമിന്റെ, നമ്മുടെ ഷോയുടെ പോകാം അതിലേക്ക്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ഷാജി മാത്യുവിനുള്ള 4ാമത്തെ ചോദ്യം. ഉപേക്ഷാപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാൻ അനുമതി നൽകിയത് ആരാണെന്നാണ് ഫരിസേയർ യേശുവിനോട് പറഞ്ഞത്? ഉപേക്ഷാപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാൻ അനുമതി നൽകിയത് ആരാണെന്നാണ് ഫരിസേയർ യേശുവിനോട് പറഞ്ഞത്? ഡയമണ്ട് റൗണ്ടിലെ ഫൈനൽ ക്വസ്റ്റ്യൻ. മോശ. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. മോശ, റൈറ്റ് ആൻസർ. ഇപ്പോഴാണ് ഷാജിയുടെ മുഖത്ത് നന്നായിട്ടൊരു ചിരി വന്നത്. ഡയമണ്ട് റൗണ്ടിലെ ഏറ്റവും വിലയേറിയ ചോദ്യം കഴിഞ്ഞിരിക്കുകയാണ്. ഫൈനൽ സ്കോർ അറിയാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ഷാജി മാത്യുവിനുള്ള പോയിന്റ്സ്. For the first question 20 points, second question 40 points, third question 80 points, and the last question, that is the diamond question, 160 points. In total diamond roundil ഷാജി മാത്യുവിന് ലഭിക്കുന്ന points 300 points, silver roundil 50 points, and golden roundil 20 points. The grand total is 370 points out of 400. And congratulations, ഷാജി മാത്യു. കാനാൻ ദേശം സീസൺ 2 വിജയിയെ കാത്തിരിക്കുന്നത് യൂറോപ്പിലേക്കൊരു തീർത്ഥയാത്ര. നിങ്ങൾക്കും ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 9744155533. Pilgrimage conducted by You Smart Travels, Ernakulam. 370 out of 400. Really a good score. ഈ സ്കോർ ചെയ്തതല്ല ഞാൻ എന്റെ മുമ്പിൽ കാണുന്നത്. ഷാജിയുടെ കുടുംബം ഇന്ന് ഈ സ്റ്റേജിൽ, ഈ ഗോൾഡൻ ചെയറിൽ വന്നിരുന്ന് പ്രേക്ഷകരുമായി പങ്കുവച്ച ചില ആശയങ്ങൾ. ഈ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ ഹൃദയത്തിൽ വചനങ്ങൾ ആഴത്തിൽ പതിപ്പിച്ച ചിലരുടെ അനുഭവ സാക്ഷ്യങ്ങൾ എന്ന് ഞാൻ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പറഞ്ഞത് അന്വർത്ഥമാക്കുകയാണ്.
ഷാജി ഈ സീറ്റിൽ ചെയ്തത്. നന്ദിയോടെ ഓർക്കുന്നു ഷാജിയെ വീണ്ടും. ഒത്തിരി സന്തോഷത്തോടെ കാനാൻ ദേശം സീസൺ 2 നൽകുന്ന ഒരു മെമന്റോയും സർട്ടിഫിക്കറ്റുമുണ്ട്. പ്ലീസ്. ഇന്ന് വിശുദ്ധ കുർബാന കണ്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ സ്കൂളിന് അവധിയാണെന്ന് പറയുന്ന ഒരു പിതാവ്, സ്നേഹം കൊണ്ടും വചനം എങ്ങനെ സ്വാംശീകരിക്കാം എന്നും കുട്ടികൾക്ക് മാതൃകയാകുന്ന ഒരു പിതാവ്, മിസ്റ്റർ ഷാജി മാത്യു ഫ്രം കോട്ടയം. അദ്ദേഹവുമായിട്ടുള്ള കാനാൻ ദേശം സീസൺ 2 ഈ എപ്പിസോഡ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം പുതിയ ഒരു മത്സരാർത്ഥിയുമായി ഞങ്ങൾ വരുന്നതാണ്. ടിൽ ദെൻ, ഗുഡ് ബൈ. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. ഉള്ളു നിറയെ അഹങ്കാരമായിട്ടാണ് നമ്മൾ ജീവിച്ചെന്നുള്ള കാര്യം മനസ്സിലായി. ആ ഒരു പ്രായത്തിൽ പ്രത്യേകിച്ച് എല്ലാവരും ഇങ്ങനെ ഒപ്പോസ് ചെയ്യാനാണ് തീരുമാനം. അയ്യോ, ഞാൻ ഇത്രയും നേരം കുമ്പസാരിച്ചത് അച്ഛനോടായിരുന്നില്ലല്ലോ, കർത്താവിനോടായിരുന്നില്ലേ. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ഡെൽമ ജോസിനുള്ള ആദ്യത്തെ ചോദ്യം. ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? ആരാണ് യേശുവിനോട് ഇങ്ങനെ ചോദിച്ചത്? സമരിയക്കാരി സ്ത്രീ. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്.